നമ്മുടെ ചെടികളുടെയൊക്കെ അപ്ഡേറ്റ് ആണ് കേട്ടോ. ഇത് ജമൈക്കൻ മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഒരാളുടെ ഹൈറ്റൊക്കെ എത്തിയിട്ടുള്ളൂ. നമ്മുടെ രമ്പയിലങ്ങ് തഴച്ച് വളർന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട്. പിന്നെ കിളിഞ്ഞാവലിൽ നിറയെ കായ്ക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ആരോ ഒരാൾ പോയി 2 കൊമ്പ് വലിയ കുറച്ച് റോഡിലേക്ക് നിൽക്കണം, ആരോ വെട്ടിക്കളഞ്ഞു. പിന്നെ ബുഷ് ഓറഞ്ച് നല്ല ഹൈറ്റിൽ വരുന്നുണ്ട്. 2 ആൾ മേലെ ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാവിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഇത് മറ്റേ കാലാപ്പാടി മാവാണ്. പിന്നെ മക്കോട്ടദേവ അത്യാവശ്യം വലുതായിട്ടുണ്ട്. അതിലും 2-3 കായകൾ കാണാനുണ്ട് മക്കോട്ടദേവയിൽ. ഒരു കായ കേടായ മാതിരിയൊക്കെ നിൽക്കുന്നുണ്ട്. മൂത്ത് കേടായതാണെന്ന് അറിയില്ല. എന്തായാലും പൊട്ടിച്ചു. വിത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് 3 മക്കോട്ടദേവയുടെ ഉണങ്ങിയതാണ്. മൂത്തുണങ്ങിയ കായകളാണ്. പിന്നെ ജബുട്ടിക്കാബയുടെ സബാറ ബാക്കിൽ നിന്ന് ഒളിച്ച് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ ബാക്കിലാണ്. ഇത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് കാരംബോള. അതിന് അത്യാവശ്യം നല്ല കാട് മരിയായിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പഴയ ചെടികൾ തന്നെയാണ്, മാവൊക്കെ. പിന്നെ ഇത് സുർണാഞ്ചെറിയുടെ ബ്ലാക്ക് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അന്ന് റേറ്റ് എന്നോട് വേറെ നഴ്സറി പറഞ്ഞു ഈ റേറ്റിന് അന്ന് വാങ്ങിച്ചത്ര 300-350 ബ്ലാക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു 2 വർഷം മുമ്പ്. അപ്പോൾ ഒരു പക്ഷേ റെഡ് ആവാം, അറിയില്ല. ഇതിൻ്റെ അപ്പുറത്ത് ഞാവൽ ബറോളി ഞാവൽ, അത് നല്ല വലുതായിട്ടുണ്ട്. അറിയില്ല എന്നാ ഉണ്ടാവുമെന്ന്. അടുത്ത വർഷം ചിലപ്പോൾ ഉണ്ടാവാം. ഇത് നമ്മുടെ ബെയർ ആപ്പിൾ. പ്ലാവൊക്കെ വലുതായി പോയിട്ടുണ്ട്. ഗ്രീൻ ചാമ്പയും കാണാം. മുന്തിരിപ്പേരയോ സ്ട്രോബെറി പേരയോ ഉണ്ടത്. അതും എൻ്റെ അടുത്ത് മറ്റേ പുലാസാനും അതാണ് കാണുന്നത്. പിന്നെ അപ്പുറത്ത് ഒരു ഞാവലുണ്ട്. തന്നെയാണ്, ഗ്രാഫ്റ്റ് തന്നെയാണ് ഈ ഞാവൽ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ മുള്ളാത്തയുടെ മരങ്ങളും അവക്കാട മരമൊക്കെ ഇങ്ങനെയുണ്ട്. ഈ മുള്ളാത്തയുടെ മരം ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയ മാതിരി കിടക്കുമായിരുന്നു. ഇത് സ്വീറ്റ് കൊക്കം നല്ലോണം വലുതായിട്ടുണ്ട്. ഒരു 3 ആളുടെ അടുത്ത് ഹൈറ്റ് ആയിട്ടുണ്ട്. ഇത് വളർച്ച നിൽക്കുന്നുണ്ട്. തണൽ കാരണം കൊണ്ടേ മരങ്ങളൊന്നും ഇവിടെ നിന്ന് ഗ്രോത്ത് ചെയ്യില്ല. ഇതൊക്കെ 3-4 വർഷം പഴക്കമായ ഇസ്രായേൽ ഓറഞ്ചാണ്. ഇവിടെ വെയിലാത്താണ് ഒരു ഇഷ്യൂ. അതിൻ്റെ ഒക്കെ ഇത് 4-5 വർഷമായിട്ട് ഏകദേശം. എന്താണ് റോയൽ എന്നിട്ടൊരു തായ് റോയൽ എന്നിട്ടൊരു മാവാണ്. ഇത് കെൽഡാൻ്റെ മരമാണ്. ഇത് 2-3 വർഷം മേലെ പഴക്കമുണ്ട്. ഇതും 2-2.5 വർഷം പഴക്കമുള്ള ഇതാണ് മൾബറിയാണ്, ലോങ് ബ്രസീലിയൻ വാട്ടർ. ഇത് 2 വർഷം പഴക്കമായ ദുറിയാനാണ്. സീഡ്ലിംഗ് ആണ്, അല്ലാതെ ഇതൊന്നുമില്ല, ബഡും ഗ്രാഫ്റ്റൊന്നുമില്ല. ഇത് ബങ്കനപ്പള്ളിയുടെ മാവാണ്. നല്ലൊരു ഹൈറ്റ് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഹൈലൈറ്റ് നമ്മുടെ അബിയാണ്. അബിയു 3-3.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 1-1.5 ആൾ ഹൈറ്റ് ആയിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ തണലിൻ്റെയൊക്കെ ഇതാണ് കണ്ടറിയാലോ. ഇവിടെയൊക്കെ പ്ലാവിൻ്റെ ഇത് പുളിയുടെ തണലൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പ്രാവശ്യം കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ
ഇവിടെ കാണാം ഒരു കായ ഉണ്ടായിരിക്കണം. ഇവിടെയൊക്കെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇവിടേക്ക് നിറയെ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ബ്രാഞ്ചിലും നിറയെ പൂക്കളുണ്ട്. ഈ ബ്രാഞ്ചിൽ കായ കണ്ടില്ല, പക്ഷെ വേറെ ബ്രാഞ്ചിൽ കായുണ്ട്. പിന്നെ അപ്പുറത്തെ ബ്രാഞ്ചിൽ കായൊന്നുമില്ല. അതിൻ്റെ അടുത്ത ബ്രാഞ്ചിൽ അത്യാവശ്യം വലുപ്പത്തിലൊരു കായുണ്ട്. ഇവിടെ വേറെ ബ്രാഞ്ചിൽ കായുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ബ്രാഞ്ചിലും ഇവിടെ കാണാം കായുണ്ട്. മുകളിലും ഒക്കെ ഉണ്ട്. ഇതിലൊരു ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 10-12 അല്ലെങ്കിൽ 15 കായൊക്കെ ഇതിൽ കിടക്കുന്നത് കാണാണ്ടോ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ. പിന്നെ എൻ്റെ ഇപ്പുറത്ത് കാണുന്നത് എളന്തപ്പഴമാണ്. എളന്തപ്പഴത്തിൻ്റെ ബഡ് ഗ്രാഫ്റ്റ് എന്നല്ല, അത് വെച്ചത് അതാണ്, പക്ഷെ ചെത്തിപ്പോയതുകൊണ്ട് എൻ്റെ അടിയിൽ നിന്ന് പിന്നെ വന്നതാണ്. അപ്പോൾ എന്നിട്ടും അതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നിട്ടുണ്ട്. ഇതൊക്കെ എളന്തപ്പഴം അഥവാ ബേറാപ്പിൾ നിറയെ പൂത്തുണ്ട്. അപ്പോൾ വൈൽഡ് വെറൈറ്റി ആണെങ്കിൽ ഏതാണെങ്കിലും കായ ഉണ്ടാവുമല്ലോ, അത് മതി, ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള സീഡ് സാൻഡോളാണ്. ആ സൈഡിലേക്ക് തണൽ വരുന്നതുകൊണ്ട് ഇങ്ങോട്ട് ആയിട്ട് വളരുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ള ബറാബ അത് യാതൊരു മാറ്റമില്ലാതെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇത് ഗ്യാബ് എന്നുള്ള ഇതാണ്. പെർസിമോൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആണ് തോന്നുന്നുണ്ട്, വർഗത്തിൽപ്പെട്ട സാധനം തോന്നുന്നുണ്ട്. അതും അതിൻ്റെ മോളിക ടിപ്പ് അടക്കം നോക്കുകയാണെങ്കിൽ 2 ആളുടെ ഹൈറ്റ്. ഇത് ഉമ്മർ ചാമ്പിയാണ്, അതും നല്ലോണം വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ വെരിഗേറ്റഡ് പേരയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അത്തിമരം ഉണ്ടായിരുന്നു, പഴയ മറ്റേ കാട്ടത്തി. അതിനെ വെട്ടി പിന്നെ കുറച്ച് വെളിച്ചാക്കിയിട്ടേ ഉള്ളൂ. ഇത് റംബൂട്ടാൻ്റെ N18 ഇതാണ്. ഇതൊക്കെ ഏകദേശം പ്രായമായതാണ്. ഇത് ലോങ്ങൻ്റെ സീഡ്ലിംഗ് ആണ്, വരുമോ ഇല്ലയോ എന്നറിയില്ല. പിന്നെ ഇത് ബെൽച്ചാമ്പ. ഇത് അച്ചച്ചാരുവിൻ്റെ മരമാണ്. ഇത് മാങ്കസ്റ്റീൻ. പിന്നെ L49 എന്നുള്ള പേരയാണ്. പിന്നെ ബഡ് ഓർ ഗ്രാഫ്റ്റ് പേരയാണ്, നെല്ലിക്കയാണ്. കാണുന്നത് കുടംപുളിയാണ്. ഇപ്പോഴത്തെ കാണുന്നത് നമ്മുടെ മറ്റേ ഇലയുണ്ടല്ലോ, കറുവാപ്പട്ട. കിച്ചു ഉണ്ടോ? കിച്ചു ഇതൊക്കെ വിയറ്റ്നാം സൂപ്പർ ഡാങ് സൂര്യയുടെ ഒരു പ്ലാവാണ്. നിറയെ വള്ളിയൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ അപ്പുറത്ത് ഉള്ളിലുള്ള നമ്മുടെ അവക്കാഡോ ആണ്, ട്രോപ്പിക്കലാണ് കാട്. ഇതൊക്കെ ശീമക്കൊന്നയൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ളത് പ്രിയൂർ മാവാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു പ്ലാവ് ചെറുതായിട്ട് കാണാം, അത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ പ്ലാവാണ് അതിൻ്റെ അപ്പുറത്തുള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വേറെ കുറച്ച് ചെടികളുണ്ടായിരുന്നു, അതൊക്കെ പോയി, കാടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വിട്ടു പോയി. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനൊരു 3-3.5 മാസമായിട്ട് വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അച്ഛനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അച്ഛൻ കഴിഞ്ഞ 28-ാം തീയതി അച്ഛൻ അങ്ങനെ മരിച്ചു. അപ്പോൾ ചെടികളിലൊക്കെ ഭാവി എന്താണെന്നറിയില്ല.
ഒന്നുകിൽ അവർ തന്നെ സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളെ അറേഞ്ച് ചെയ്തിട്ട് അയാൾ പ്രോപ്പറായിട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.